നമ്മുടെ ബ്രാൻഡിന് പറ്റുന്ന ഒരു ഫിഗറിലേക്ക് പറ്റിയ ഒരാൾ രീതിയിലാണ് ശരിക്കും ഇർഫാൻ പത്താനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ബ്രാൻഡ് അംബാസഡർഷിപ്പ് ഒക്കെ ഇർഫാൻ പത്താൻ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ എത്തിച്ചേർന്നത്? 2014 ഒരു ഇന്റർനാഷണൽ ഫിഗർ അല്ലെങ്കിൽ ഒരു നാഷണൽ ഫിഗർ നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ആ സമയത്ത് ശരിക്കും ഇന്ത്യ എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ക്രിക്കറ്റിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നാഷണൽ ബ്രാൻഡിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതിനോളം സച്ചിൻ തെണ്ടുൽക്കർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇർഫാൻ പത്താൻ. അതുപോലെ എല്ലാവരും അപ്പോൾ നമ്മുടെ ബ്രാൻഡിന് പറ്റുന്ന ഒരു ഫിഗറിലേക്ക് പറ്റിയ ഒരാൾ രീതിയിലാണ് ശരിക്കും ഇർഫാൻ പത്താനെ കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ നാട്ടിലാണ് വയനാട് കൽപ്പറ്റ ഷോറൂമാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് വടകരയിലാണ്. അപ്പോൾ ഒരു ദിവസം 2 ഷോപ്പായിരുന്നു. സാധാരണ സെലിബ്രിറ്റി എന്നാൽ ഒരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കണം. എനിക്ക് തോന്നുന്നത് രാവിലെ ഒരു 8 മണിക്കൂർ വൈകുന്നേരം 9 മണി വരെയൊക്കെ നമ്മളൊപ്പം ഈ ഉദ്ഘാടനത്തിനും അതിന്റെ ഫംഗ്ഷനായിട്ട് വന്നു. നമ്മളെ വെച്ചോളം അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ അന്ന് ശരിക്കും ബ്രാൻഡ് അംബാസിഡർ ഉദ്ഘാടകനെ കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, നമ്മൾ ബ്രാൻഡ് അംബാസിഡർ, കാരണം ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിന് നമുക്ക് 100% ഇഷ്ടപ്പെടുകയും അത് നമുക്ക് സക്സസ് ആക്കി തരും ചെയ്യുക ഒരാളാണ് ഇർഫാൻ പത്താൻ. എനിക്കറിയാം ഇർഫാൻ പത്താൻ്റെ ബ്രദർ യൂസഫ് പത്താൻ. ആ സമയത്ത് നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്ന യൂസഫ് പത്താനെ ഇർഫാനോട് ചോദിച്ചു ഒന്ന് ബ്രദറിന് അടുത്ത ഉദ്ഘാടനത്തിന് വരണം. അതിനകത്ത് ബ്രദർ നിർബന്ധമായിട്ടും വരും. ഇപ്പം തന്നെ വിളിച്ചായിട്ട് ഞങ്ങളങ്ങനെ വിളിക്കുകയും വിളിച്ച് വന്ന് അന്ന് 2 ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ഒന്ന് എനിക്ക് തോന്നുന്നു 2 പേരും കൂട്ടിയിട്ട്, ഒന്ന് ചെമ്മാട് ഒന്ന് മഞ്ചേരി.